قال ما خطبكن إذ راوتن يوسف عن نفسه قلن حاش لله ما علمنا عليه من سوء قالت امرأة العزيز الآن حصحص الحق أنا راودته عن نفسه وإنه لمن الصادقين. രാജാവ് ആ സ്ത്രീകളോട് അന്വേഷിച്ചു, യൂസുഫിനെ വശീകരിക്കാൻ ശ്രമിച്ചപ്പോൾ നിങ്ങളുടെ അനുഭവം എന്തായിരുന്നു? എല്ലാവരും ഒരേ ശബ്ദത്തിൽ പറഞ്ഞു, തമ്പുരാനെ, ഞങ്ങൾ അദ്ദേഹത്തിൽ ഒരു ദോഷവും കണ്ടിട്ടില്ല. പ്രഭുവിന്റെ ഭാര്യ പറഞ്ഞു, ഇപ്പോൾ സത്യം വെളിപ്പെട്ടു കഴിഞ്ഞു. അദ്ദേഹത്തെ മോഹിച്ചു വശീകരിക്കാൻ നോക്കിയത് ഞാൻ തന്നെയായിരുന്നു. അദ്ദേഹമോ നിസ്സംശയം തികഞ്ഞ സത്യസന്ധനാകുന്നു. രാജാവ് ആ സ്ത്രീകളെ മുഴുവൻ കൊട്ടാരത്തിൽ വിളിച്ചുവരുത്തി തെളിവെടുപ്പ് നടത്തിയിരിക്കാം. അതല്ലെങ്കിൽ ഒരു ദൂതൻ മുഖേന ഓരോ സ്ത്രീയോടും ഒറ്റയ്ക്കൊറ്റയ്ക്ക് അന്വേഷിച്ചിരിക്കാം. 8-9 വർഷം മുമ്പുള്ള സംഭവങ്ങൾ സാക്ഷികൾ എങ്ങനെയാണ് വീണ്ടും അനുസ്മരിച്ചത്? ജയിൽവാസത്താലുള്ള യൂസുഫ് നബിയുടെ ദീർഘമായ തിരോധാനത്തിന് ശേഷം പെട്ടെന്ന് അദ്ദേഹം രംഗത്തു വന്നതെങ്ങനെ? ഈജിപ്തിലെ ഉന്നതരും പ്രഭുക്കളും മധ്യവർത്തികളും സാധാരണക്കാരുമായ ജനങ്ങൾക്കിടയിൽ അദ്ദേഹത്തിന്റെ ധാർമ്മികമായ അന്തസ്സ് നിലനിന്നതെങ്ങനെ തുടങ്ങിയ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പ്രയാസമില്ല. രാജാവ് ഒരു പൊതുവിളംബരം വഴി രാജ്യത്തിലെ ബുദ്ധിമാന്മാരും പണ്ഡിതന്മാരും ജ്യോത്സ്യന്മാരുമായ എല്ലാ ആളുകളെയും ക്ഷണിച്ചു വരുത്തിയിരുന്നു. അവരെല്ലാം പ്രസ്തുത സ്വപ്നത്തിന് വ്യാഖ്യാനം നൽകുന്നതിൽ പരാജയപ്പെടുകയും ഒടുവിൽ യൂസുഫ് നബി അത് വ്യാഖ്യാനിക്കുകയും ചെയ്തു. ഇതെല്ലാം ബൈബിളും തൽമൂദും അവലംബിച്ച് മുമ്പ് നാം വിവരിച്ചിട്ടുണ്ട്. ഈ സംഭവത്തിന്റെ അടിസ്ഥാനത്തിൽ രാഷ്ട്രം മുഴുവൻ മുമ്പ് തന്നെ അദ്ദേഹത്തെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കണം. പിന്നീട് രാജാവിന്റെ ക്ഷണം നിരാകരിച്ച് അദ്ദേഹം ജയിലിൽ നിന്ന് പുറത്തു വരാതിരുന്നപ്പോൾ ജനങ്ങൾ മുഴുവൻ അത്ഭുതപ്പെട്ടു കാണും. ഇദ്ദേഹം വലിയൊരു മഹാൻ തന്നെ. 8-9 വർഷത്തെ ബന്ധനത്തിന് ശേഷം രാജാവ് അദ്ദേഹത്തെ ദയാപൂർവം വിളിക്കുകയാണ്. എന്നിട്ടും അദ്ദേഹം ധൃതി പിടിച്ച് ഓടിച്ചെല്ലുന്നില്ല. പിന്നീട് യൂസുഫ് നബി തന്റെ വിമോചനത്തിനും രാജാവുമായി സംസാരിക്കുന്നതിനും ഉന്നയിച്ച നിബന്ധനകൾ മനസ്സിലാകും. അപ്പോൾ സ്വാഭാവികമായും ആ കേസന്വേഷണത്തിന്റെ പരിണാമം എന്തായി എന്നറിയാൻ ജനം ജിജ്ഞാസുക്കളാകും. അന്വേഷണ ഫലം അറിയുമ്പോൾ ഇന്ന് പരിശുദ്ധിക്ക് സാക്ഷി പറയുന്ന ഈ കൂട്ടർ പണ്ട് ഇല്ലാത്ത കുറ്റം ചുമത്തി ജയിലിലടച്ചത് എത്ര വലിയ മഹാനെയായിരുന്നുവെന്ന് ആശ്ചര്യത്തോടെ മനസ്സിലാക്കും. ഈ അവസ്ഥയെപ്പറ്റി ചിന്തിക്കുമ്പോൾ യൂസുഫിന് മേലേക്കിടയിലെത്താനുള്ള അന്തരീക്ഷം സജ്ജമാക്കപ്പെട്ടിരുന്നത് എങ്ങനെയാണെന്ന് കാണാവുന്നതാണ്. യൂസുഫ് നബി രാജാവുമായി അഭിമുഖ സംഭാഷണം നടത്തുമ്പോൾ ഇത്രയും ധൈര്യമായി നാട്ടിലെ ഭണ്ഡാരങ്ങളുടെ ഉത്തരവാദിത്വം തന്നെ ഏൽപ്പിക്കാൻ ആവശ്യപ്പെട്ടതെങ്ങനെയെന്നും ഒട്ടും ചിന്തിക്കാതെ രാജാവ് എങ്ങനെ അത് സ്വീകരിച്ചുവെന്നും അത്ഭുതപ്പെടാൻ കാരണമില്ല. ജയിൽ പുള്ളി രാജാവിന്റെ സ്വപ്നം വ്യാഖ്യാനിച്ചു കൊടുത്തു എന്നത് മാത്രമായിരുന്നു സംഭവമെങ്കിൽ അതുവഴി വലിയൊരു സമ്മാനത്തിനും ജയിൽ മോചനത്തിനും അദ്ദേഹം അർഹനാകുമെന്ന് മാത്രം. അല്ലാതെ രാജാവിനോട് നാട്ടിലെ ഭണ്ഡാരങ്ങൾ മുഴുവൻ എന്നെ ഏൽപ്പിക്കണമെന്ന് ആവശ്യപ്പെടാനും ഉടനെ രാജാവ് ശരി, അതെല്ലാം നിന്നെ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് പറയാനും ഈയൊരു സംഭവം മാത്രം എന്തായാലും മതിയാവുകയില്ല. ذلك ليعلم أني لم أخنه بالغيب وأن الله لا يهدي كيد الخائنين. യൂസഫ് പറഞ്ഞു, ഈ നടപടി കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് പ്രഭുവിന്റെ അഭാവത്തിൽ ഞാൻ അദ്ദേഹത്തെ വഞ്ചിച്ചിട്ടില്ലെന്നും വഞ്ചകന്മാരുടെ കുതന്ത്രങ്ങളെ അല്ലാഹു വിജയിപ്പിക്കുകയില്ലെന്നും അദ്ദേഹം അറിയണമെന്നാകുന്നു. താൻ ആവശ്യപ്പെട്ട അന്വേഷണത്തെപ്പറ്റി വിവരം ലഭിച്ചപ്പോൾ ജയിലിൽ വെച്ചായിരിക്കണം മിക്കവാറും യൂസുഫ് നബി ഇത് പറഞ്ഞിട്ടുണ്ടാവുക. ഇബ്നു തൈമിയ, ഇബ്നു കസീർ തുടങ്ങിയ പ്രഗത്ഭന്മാർ ഉൾപ്പെടെ ചില ഖുർആൻ വ്യാഖ്യാതാക്കൾ ഈ ഭാഗം യൂസുഫിന്റെ പ്രസ്താവനയായല്ല കാണുന്നത്. പ്രഭുപത്നിയുടെ പ്രസ്താവനയുടെ തുടർച്ചയായിട്ടാണ് അവരതിനെ കണക്കാക്കിയിരിക്കുന്നത്. അദ്ദേഹം നിസ്സംശയമായും തികഞ്ഞ സത്യസന്ധനാകുന്നു എന്നിടത്ത് പ്രഭുപത്നിയുടെ വാക്ക് അവസാനിച്ചിരിക്കുന്നുവെന്നും ശേഷമുള്ളത് യൂസുഫിന്റെ വാക്കാണെന്ന് സൂചിപ്പിക്കുന്ന യാതൊന്നും ഇടയിൽ വന്നിട്ടില്ലെന്നും സമർത്ഥിച്ചുകൊണ്ട് അവർ പറയുന്നു. രണ്ടാളുകളുടെ വാക്കുകൾ ഒന്നിനോട് ചേർന്ന് വരികയും ഇന്ന വാക്ക് ഇന്ന ആളുടേതാണ് എന്ന് വ്യക്തമായി പറയാതിരിക്കുകയും ചെയ്യുന്ന സന്ദർഭമുണ്ടാകും. അപ്പോൾ രണ്ടാളുകളുടെയും വാക്കുകൾ തമ്മിൽ വേർതിരിക്കാൻ പോരുന്ന ഏതെങ്കിലും സാഹചര്യ തെളിവുകൾ അനിവാര്യമാണ്. ഇവിടെയാകട്ടെ അത്തരം തെളിവുകളൊന്നുമില്ല. അതിനാൽ
ഇപ്പോൾ സത്യം വെളിപ്പെട്ടു കഴിഞ്ഞു എന്നതു മുതൽ നിശ്ചയം എന്റെ റബ്ബ് വളരെ പൊറുക്കുന്നവനും ദയാപരനുമാകുന്നു എന്നതുവരെയുള്ള ഭാഗങ്ങൾ അത്രയും പ്രഭുപത്നിയുടേതാണെന്ന് അംഗീകരിക്കേണ്ടിവരും. പക്ഷേ ഈ വാചകത്തിന്റെ സ്വഭാവം തന്നെ മറ്റൊരു തെളിവ് ആവശ്യമില്ലാത്ത വിധം സുവ്യക്തമാണ്. എന്നിരിക്കെ ഇബ്നു തൈമിയ്യയെ പോലുള്ള സൂക്ഷ്മദൃക്കുകളുടെ ശ്രദ്ധയിൽ അതെങ്ങനെ പെടാതെ പോയി എന്നാണ് ഞാൻ ആശ്ചര്യപ്പെടുന്നത്. ആദ്യ ഭാഗം പ്രഭുപത്നിയുടെ വാക്കുകൾ തന്നെ. പക്ഷേ രണ്ടാമത്തെ ഭാഗവും അതേ അടിസ്ഥാനത്തിൽ തന്നെയാണോ മനസ്സിലാക്കാൻ സാധിക്കുന്നത്? അത് പ്രഭുപത്നിയുടെ വാക്കല്ല, മറിച്ച് യൂസുഫിന്റേതാണെന്ന് ആ വാചകത്തിന്റെ സ്വഭാവം വ്യക്തമായി വിളിച്ചോതുന്നുണ്ട്. ഇങ്ങോട്ട് വരൂ എന്നും നിങ്ങളുടെ ഭാര്യയുടെ നേരെ ദുരുദ്ദേശം വെച്ച ഈ മനുഷ്യനുള്ള ശിക്ഷ എന്ത് എന്നും നിറഞ്ഞ സദസ്സിന്റെ മുമ്പിൽ വെച്ച് ഞാൻ പറയുംപടി ചെയ്യുന്നില്ലെങ്കിൽ ഇവൻ ജയിലിൽ അടയ്ക്കപ്പെടുമെന്നും പറഞ്ഞ അതേ നാവ് തന്നെ ആ വാചകം പറയുക സാധ്യമല്ല. അത് ധ്വനിപ്പിക്കുന്ന മനഃശുദ്ധിയും ദൃഢചിത്തതയും വിനയവും ദൈവഭക്തിയും തന്നെ അതിന് സാക്ഷി നിൽക്കുന്നുണ്ട്. അല്ലാഹുവിൽ ശരണം, അവനാണ് എന്റെ നാഥൻ, അവൻ എനിക്ക് നല്ല സ്ഥാനം നൽകിയിരിക്കുന്നു. നാഥ, ഇവരാവശ്യപ്പെടുന്ന സംഗതിയേക്കാൾ എനിക്ക് ഏറെ അഭികാമ്യമായിട്ടുള്ളത് ജയിലാകുന്നു. ഇവരുടെ കുതന്ത്രങ്ങളെ നീ എന്നിൽ നിന്ന് തെറ്റിച്ചില്ലെങ്കിൽ ഞാൻ അവരുടെ കെണിയിൽ കുടുങ്ങിപ്പോവും എന്നെല്ലാം പറഞ്ഞ നാവ് മാത്രമേ ഈ പരിശുദ്ധ വചനം പറയുകയുള്ളൂ. ഈ വാചകം യൂസുഫിന്റേതല്ല, പ്രഭുപത്നിയുടേതാണ് എന്ന് അംഗീകരിക്കണമെങ്കിൽ ഇത്രയുമായപ്പോഴേക്കും പ്രഭുപത്നി പശ്ചാത്തപിച്ചു മടങ്ങിയിരുന്നുവെന്നും അവർക്ക് വിശ്വാസത്തിനും മനസംസ്കരണത്തിനും ഉദവി ലഭിച്ചുവെന്നും തെളിഞ്ഞിരിക്കണം. ഖേദകരമെന്ന് പറയട്ടെ, അത്തരം തെളിവുകളൊന്നും നമുക്ക് ലഭിക്കുന്നില്ല. വമാ ഉബർരിഉ നഫ്സി ഇന്നൻ നഫ്സ ലഅമ്മാറതുൻ ബിസ്സൂഇ ഇല്ലാ മാ റഹിമ റബ്ബി ഇന്ന റബ്ബി ഗഫൂറുർ റഹീം. ഞാൻ എന്റെ മനസ്സിനെ നിരപരാധിയാക്കുന്നില്ല. മനസ്സ് തിന്മയിലേക്ക് പ്രേരിപ്പിക്കുന്നത് തന്നെയാകുന്നു. എന്റെ റബ്ബിന്റെ കാരുണ്യം ലഭിച്ചവനൊഴിച്ച്. നിശ്ചയം എന്റെ റബ്ബ് വളരെ പൊറുക്കുന്നവനും ദയാപരനുമല്ലോ. وقال الملك ائتوني به أستخلصه لنفسي فلما كلمه قال إنك اليوم لدينا مكين أمين. രാജാവ് കൽപ്പിച്ചു, അദ്ദേഹത്തെ എന്റെ മുന്നിലെത്തിക്കുക. ഞാൻ അദ്ദേഹത്തെ എന്റെ സ്വന്തക്കാരനായി നിയമിക്കട്ടെ. യൂസഫുമായി സംസാരിച്ചപ്പോൾ രാജാവ് പറഞ്ഞു, ഇന്നു മുതൽ താങ്കൾക്ക് നമ്മുടെ സന്നിധിയിൽ ഉന്നത സ്ഥാനമുണ്ട്. താങ്കൾ നമുക്ക് തികഞ്ഞ വിശ്വസ്തനാകുന്നു. യൂസുഫ് നബി എല്ലാ ചുമതലകളും വഹിക്കാൻ യോഗ്യനാണെന്നതിന് രാജാവിന്റെ ഭാഗത്തു നിന്നുള്ള വ്യക്തമായ സൂചനയായിരുന്നു ഇത്. قال اجعلني على خزائن الأرض إني حفيظ عليم. യൂസുഫ് ബോധിപ്പിച്ചു, രാജ്യത്തിന്റെ ഖജനാവുകൾ എന്റെ ഉത്തരവാദിത്വത്തിൽ ഏൽപ്പിച്ചാലും ഞാൻ അത് കാത്തു സൂക്ഷിക്കുന്നവനും അറിവുള്ളവനുമാകുന്നു. ഇതുവരെയുള്ള വിശദീകരണങ്ങളുടെ വെളിച്ചത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ രാജാവിനോട് ഒരു ഉദ്യോഗം അർത്ഥിക്കുകയായിരുന്നില്ല ഇതെന്ന് വ്യക്തമാകും. ഒരു സൂചന കിട്ടുമ്പോഴേക്ക് പൊടുന്നിനെ ചാടി വീണ് നിയമനം നേടുകയായിരുന്നില്ല യൂസുഫ് നബി. യഥാർത്ഥത്തിൽ അത് കഴിഞ്ഞ 10-12 കൊല്ലങ്ങളായി വളർന്ന് വികസിക്കുകയും പുറത്തു ചാടാൻ അവസരം പാർത്തിരിക്കുകയും ചെയ്തിരുന്ന, ചെറിയ ഒരു മുട്ടുകൊണ്ട് തുറക്കപ്പെടുമായിരുന്ന വിപ്ലവത്തിന്റെ വാതിലുകളിൽ പതിച്ച അവസാനത്തെ തള്ളായിരുന്നു. ദീർഘകാലത്തെ പരീക്ഷണങ്ങളിലൂടെ കടന്നുവരികയായിരുന്നു യൂസുഫ് നബി. ആരുമറിയാത്ത ഏതോ മൂലകളിൽ വെച്ചല്ല ഈ പരീക്ഷണങ്ങൾ അദ്ദേഹത്തെ അഭിമുഖീകരിച്ചിരുന്നത്. മറിച്ച് ചക്രവർത്തി മുതൽ സാധാരണക്കാരൻ വരെ, എന്തിന് ഈജിപ്തിലെ കുട്ടികൾ പോലും അതേപ്പറ്റി ബോധവാന്മാരായിരുന്നു. ഈ പരീക്ഷണങ്ങളിലൂടെ വിശ്വസ്തത, സന്മാർഗനിഷ്ഠ, ക്ഷമ, ആത്മനിയന്ത്രണം, ദൃഢചിത്തത, ബുദ്ധികൂർമ്മത, തന്റെ ഇടം, കാര്യഗ്രഹണശേഷി എന്നിങ്ങനെയുള്ള വിശിഷ്ട ഗുണങ്ങളിൽ ചുരുങ്ങിയത് അക്കാലത്തെങ്കിലും തന്നെ കവച്ചുവെക്കുന്നവർ ആരുമില്ല എന്ന് അദ്ദേഹം തെളിയിച്ചു കഴിഞ്ഞിരുന്നു. നാവുകൾ അവ സാക്ഷ്യപ്പെടുത്തിയിട്ടുമുണ്ടായിരുന്നു. ഹൃദയങ്ങൾ അവയ്ക്ക് വഴങ്ങിക്കഴിഞ്ഞിരുന്നു. രാജാവ് പോലും അവയ്ക്ക് മുമ്പിൽ ആയുധം വെച്ച് കീഴടങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ കാത്തുസൂക്ഷിക്കുന്നവനും അറിവുള്ളവനുമാണെന്ന് അദ്ദേഹം പറഞ്ഞത് ഇപ്പോൾ കേവലമൊരു വാദമല്ല, മറിച്ച് എല്ലാവരും അംഗീകരിക്കുന്ന സുസ്ഥിരമായ യാഥാർത്ഥ്യമാണ്. വല്ല കുറവുമുണ്ടായിരുന്നെങ്കിൽ
അത് രാജാവും മറ്റു ഭരണസാരഥികളുമെല്ലാം യൂസുഫിനെ ഏറ്റവും അനുയോജ്യമായി കണ്ടത് ഏത് ചുമതല ഏൽപ്പിക്കാനാണോ അത് ഏറ്റെടുക്കാൻ അദ്ദേഹം ഇഷ്ടപ്പെടുമോ എന്ന സംശയം മാത്രമായിരുന്നു. ഈ കുറവാണ് പ്രസ്തുത വാക്കിലൂടെ അദ്ദേഹം നികത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ നാവിൽ നിന്ന് ഈ ആവശ്യം പുറപ്പെട്ടപ്പോഴേക്ക് രാജാവും പ്രഭുക്കളും സന്തോഷപൂർവ്വം അത് സ്വീകരിച്ചു. പറിക്കാൻ പാകമായി കഴിഞ്ഞിരുന്ന ഒരു പഴമായിരുന്നു അതെന്നതിന്റെ വ്യക്തമായ തെളിവാണിത്. യൂസുഫിനെ ഭരണാധികാരം ഏൽപ്പിക്കാനുള്ള തീരുമാനം രാജാവ് ഏകപക്ഷീയമായി എടുത്തതല്ല, രാജസഭ ഏകകണ്ഠമായി എടുത്തതായിരുന്നുവെന്ന് തൽമൂദിൽ വിശദീകരിച്ചിരിക്കുന്നു. യൂസുഫ് നബി ആവശ്യപ്പെടുകയും അദ്ദേഹത്തെ ഏൽപ്പിക്കുകയും ചെയ്ത അധികാരങ്ങളുടെ സ്വഭാവം എന്തായിരുന്നു? ഇവിടെ രാജ്യത്തിന്റെ ഖജനാവുകൾ എന്ന പദവും ശേഷം വരുന്ന ധാന്യങ്ങളുടെ വിതരണം സംബന്ധിച്ച പരാമർശവും അറിവില്ലാത്ത ചില ആളുകൾ കാണുന്നു. എന്നിട്ട് അദ്ദേഹം ഖജാന സൂക്ഷിക്കുന്ന ഒരു ഓഫീസറോ ഭക്ഷ്യമന്ത്രിയോ ധനകാര്യ സെക്രട്ടറിയോ ക്ഷാമനിവാരണ കമ്മീഷണറോ ആയിരുന്നുവെന്നവർ അനുമാനിക്കുന്നു. പക്ഷേ യൂസുഫ് നബി ഈജിപ്തിലെ പരമാധികാരിയായിരുന്നുവെന്നും ഉദ്ദേശിക്കുന്നതെന്തും പ്രവർത്തിക്കാൻ സാധിക്കുമാറുള്ള അധികാരങ്ങൾ അദ്ദേഹത്തെ ഏൽപ്പിച്ചിരുന്നുവെന്നും ഖുർആനും ബൈബിളും തൽമൂദും ഒരുപോലെ തെളിയിക്കുന്നുണ്ട്. യാക്കൂബ് നബി ഈജിപ്തിലെത്തുമ്പോൾ യൂസുഫ് സിംഹാസനസ്ഥനായിരുന്നുവെന്ന് ഖുർആൻ പറയുന്നു. അദ്ദേഹം പിതാവിനെ സിംഹാസനത്തിലേക്ക് ഉയർത്തി. യൂസുഫ് നബി തന്നെ പറയുന്നതായി ഒരിടത്ത് ഖുർആൻ ഇങ്ങനെ ഉദ്ധരിക്കുന്നുണ്ട്: നാഥ, നീ എനിക്ക് അധികാരം നൽകി. പാനപാത്രം കളവുപോയ അവസരത്തിൽ യൂസുഫിന്റെ പാനപാത്രത്തെപ്പറ്റി ഉദ്യോഗസ്ഥന്മാർ രാജാവിന്റെ പാനപാത്രം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നതായി കാണാം. അതേപോലെ ഈജിപ്തിൽ അദ്ദേഹത്തിന് കൈവന്ന അധികാരത്തിന്റെ സ്വഭാവത്തെ സംബന്ധിച്ച് ഖുർആൻ ഇങ്ങനെ വിവരിക്കുന്നു: അതിൽ തനിക്കിഷ്ടമുള്ള ഏതു സ്ഥലവും ഉപയോഗപ്പെടുത്താൻ അദ്ദേഹത്തിന് അധികാരമുണ്ടായിരുന്നു. ബൈബിളിൽ നിന്ന് മനസ്സിലാവുന്നതും ഇതുതന്നെ. ഫിർഔൻ യൂസുഫിനോട് പറഞ്ഞതായി ബൈബിൾ ഉൽപ്പത്തി 41 അധ്യായം 39 മുതൽ 45 വരെയുള്ള വചനങ്ങളിൽ പറയുന്നു: എന്റെ ഗൃഹത്തിൽ നീയായിരിക്കും അധികാരി. നീ ആജ്ഞാപിക്കുന്നത് പോലെ എന്റെ പ്രജകളെല്ലാം അനുസരിച്ചുകൊള്ളും. സിംഹാസനത്തെ സംബന്ധിച്ചിടത്തോളം മാത്രം ഞാൻ നിന്നേക്കാൾ വലിയവനായിരിക്കും. ഇതാ, ഞാൻ നിന്നെ ഈജിപ്തിന് മുഴുവൻ മേലധികാരിയായി നിയമിച്ചിരിക്കുന്നു. നിന്റെ അനുവാദം കൂടാതെ ഈജിപ്ത് രാജ്യത്ത് ഒരാളും കയ്യോ കാലോ ഉയർത്തുന്നതല്ല. ഫിർഔൻ യോസെഫിന് സാഫ്നത്ത് പനേഹ് അഥവാ ലോകത്തിന്റെ മുക്തി എന്നും നാമം നൽകി. യൂസുഫിന്റെ സഹോദരന്മാർ ഈജിപ്തിൽ നിന്ന് തിരിച്ചുപോയി തങ്ങളുടെ പിതാവിനോട് ഈജിപ്തിലെ ഭരണാധികാരിയായ യൂസുഫിനെപ്പറ്റി പുകഴ്ത്തി പറയുന്നതായി തൽമൂദിൽ ഇങ്ങനെ വിവരിച്ചിരിക്കുന്നു: തന്റെ രാജ്യത്തിലെ പ്രജകളുടെ മേൽ അദ്ദേഹത്തിന്റെ അധികാരം എല്ലാത്തിന്റെയും മീതെയാണ്. അദ്ദേഹത്തിന്റെ കൽപ്പനയ്ക്കൊത്ത് അവർ പുറത്തു പോകുന്നു. അദ്ദേഹത്തിന്റെ കൽപ്പനയ്ക്കൊത്ത് അവർ അകത്ത് പ്രവേശിക്കുന്നു. അദ്ദേഹത്തിന്റെ വാക്ക് രാജ്യം മുഴുവൻ അനുസരിക്കുന്നു. ഒരു കാര്യത്തിനും ഫിർഔന്റെ അനുവാദം ആവശ്യമില്ല. ഈ അധികാരങ്ങൾ എന്തിനു വേണ്ടിയാണ് യൂസുഫ് ആവശ്യപ്പെട്ടത് എന്നാണ് മറ്റൊരു ചോദ്യം. സത്യനിഷേധത്തിൽ അധിഷ്ഠിതമായ ഒരു രാഷ്ട്രത്തിന്റെ വ്യവസ്ഥ സത്യനിഷേധത്തിന്റെ തത്വങ്ങൾക്കും നിയമങ്ങൾക്കും അനുസരിച്ച് ചലിപ്പിക്കാനായിരുന്നുവോ? അതല്ല, രാഷ്ട്രീയ അധികാരം കൈവശമാക്കി നാഗരികവും ധാർമ്മികവും രാഷ്ട്രീയവുമായ വ്യവസ്ഥകൾ ഇസ്ലാമിനനുസൃതമായി സംവിധാനിക്കണമെന്ന ലക്ഷ്യത്തോടുകൂടിയോ? ഈ ചോദ്യത്തിന് ഏറ്റവും നല്ല മറുപടി അല്ലാമ സമഖ്ശരി തന്റെ കശാഫ് എന്ന ഖുർആൻ വ്യാഖ്യാന ഗ്രന്ഥത്തിൽ നൽകിയിട്ടുണ്ട്. അദ്ദേഹം എഴുതുന്നു: രാജ്യത്തിന്റെ ഖജനാവുകൾ എന്റെ ഉത്തരവാദിത്വത്തിൽ ഏൽപ്പിച്ചാലും എന്ന് യൂസുഫ് ആവശ്യപ്പെട്ടത് അള്ളാഹുവിന്റെ നിയമങ്ങൾ നടപ്പാക്കുകയും സത്യം സ്ഥാപിക്കുകയും നീതി പ്രചരിപ്പിക്കുകയും ചെയ്യാൻ അവസരം ലഭിക്കുന്നതിനു വേണ്ടിയായിരുന്നു. അങ്ങനെ പ്രവാചകന്മാരുടെ നിയോഗലക്ഷ്യം പൂർത്തീകരിക്കുന്നതിനാവശ്യമായ ശക്തി ലഭിക്കുന്നതിനുമായിരുന്നു. രാജാവിന്റെ പ്രീതിക്ക് വേണ്ടിയോ ഭൗതിക താൽപര്യങ്ങൾക്ക് വേണ്ടിയോ ആയിരുന്നില്ല. മറിച്ച് ഈ കാര്യം നിർവഹിക്കാൻ താനല്ലാതെ മറ്റൊരാളില്ല എന്നറിയാവുന്നതുകൊണ്ടായിരുന്നു അദ്ദേഹം അതാവശ്യപ്പെട്ടത്. ഈ ചോദ്യത്തിൽ നിന്ന് യഥാർത്ഥത്തിൽ അതിനേക്കാൾ പ്രധാനവും അടിസ്ഥാനപരവുമായ മറ്റൊരു ചോദ്യം ഉത്ഭവിക്കുന്നുവെന്നതാണ് സത്യം. ഇതാണ് ആ ചോദ്യം: യൂസുഫ് നബി ഒരു പ്രവാചകൻ കൂടിയായിരുന്നുവോ? പ്രവാചകനായിരുന്നുവെങ്കിൽ ഒരു ഇസ്ലാമിക പ്രബോധകൻ ഒരു അനിസ്ലാമിക വ്യവസ്ഥയെ അനിസ്ലാമികമായ അടിത്തറയിൽ പ്രവർത്തിപ്പിക്കാൻ സേവനം വാഗ്ദാനം ചെയ്യുന്നത് പ്രവാചക മാതൃകയാണോ? ഈ ചോദ്യം ഇവിടെയും അവസാനിക്കുന്നില്ല. അതിനേക്കാൾ പ്രധാനവും ഗുരുതരവുമായ മറ്റൊരു ചോദ്യത്തിലാണ് അത് ചെന്നു നിൽക്കുന്നത്. യൂസുഫ് നബി മതനിഷ്ഠയും വിശ്വാസവുമുള്ള ഒരാളായിരുന്നില്ലേ? ആയിരുന്നുവെങ്കിൽ ഒരാൾക്ക് ഇങ്ങനെ പ്രവർത്തിക്കാമോ? ജയിലിൽ വെച്ച് അദ്ദേഹം വിഭിന്നങ്ങളായ പല ദൈവങ്ങളാണോ അതല്ല സർവത്തെയും അതിജയിക്കുന്ന ഏകനായ അള്ളാഹുവാണോ ഉത്തമം എന്ന് ചോദിച്ച് തന്റെ പ്രവാചക ദൌത്യം നിർവഹിക്കുന്നു.
അതേപോലെ ഈജിപ്തിലെ രാജാവും നിങ്ങളുടെ അനേകം കൃത്രിമ ദൈവങ്ങളിൽ ഒന്നു തന്നെയാണെന്ന് അദ്ദേഹം വിശദീകരിക്കുന്നു. പക്ഷേ പരീക്ഷണത്തെ ക്രിയാത്മകമായി നേരിടേണ്ടി വന്നപ്പോൾ ഇതേ വ്യക്തി തന്നെ ഈജിപ്തിലെ രാജാവിന്റെ ദിവ്യത്വത്തിന് കീഴിൽ നടക്കുന്നു. അനുസരിക്കപ്പെടാനുള്ള അധികാരം അല്ലാഹുവിനല്ല, രാജാവിനാണ് എന്ന് അടിസ്ഥാന സിദ്ധാന്തമായി അംഗീകരിച്ച ഭരണകൂടത്തിന്റെ ദാസനാവുന്നു. അല്ല, അതിന്റെ നിർവാഹകനും സൂക്ഷിപ്പുകാരനും സംരക്ഷകനുമായി മാറുന്നു. സത്യവാനായ ഒരാൾ ചെയ്യുന്നതാണോ ഇത്? യഥാർത്ഥത്തിൽ ഈ ഭാഗം വ്യാഖ്യാനിക്കുന്നതിൽ ഇസ്ലാമിക ചരിത്രത്തിന്റെ അധപതന ഘട്ടത്തിലെ മുസ്ലിങ്ങൾ പ്രകടിപ്പിച്ചിട്ടുള്ളത് ഒരിക്കൽ യഹൂദികൾ കാഴ്ചവെച്ച സവിശേഷ മനോഭാവമാണ്. ജൂതന്മാർ മാനസികവും ധാർമ്മികവുമായ തകർച്ച നേരിട്ടപ്പോഴെല്ലാം പൂർവകാല ചരിത്രത്തിലെ മഹാന്മാരുടെ ചരിത്രം അവർക്ക് ഉന്നതിയിലേക്ക് ഉയരുവാനുള്ള പാഠം നൽകിയിരുന്നു. ആ മഹാന്മാരെയെല്ലാം പിടിച്ച് തങ്ങളുടെ അപ്പോഴത്തെ സ്ഥാനത്തേക്ക് അവർ ഇറക്കിവെച്ചു. അങ്ങനെ അവരെ തങ്ങൾക്ക് അതിനേക്കാൾ താഴോട്ടിറങ്ങാനുള്ള മാതൃകകളാക്കി. ഖേദകരമെന്ന് പറയട്ടെ, ഇതുതന്നെയാണ് ചില മുസ്ലിങ്ങളും ചെയ്തത്. അവർക്ക് അനിസ്ലാമിക വ്യവസ്ഥകൾക്ക് ദാസ്യവൃത്തി ചെയ്യേണ്ടിയിരുന്നു. പക്ഷേ ഈ പരിതോവസ്ഥയിൽ വീണുകിടക്കുന്ന ഇസ്ലാമും അതിന്റെ പതാകവാഹകരുടെ ഔന്നത്യവും നോക്കുമ്പോൾ അവർ സ്വയം ലജ്ജിച്ചുപോയി. ഈ ലജ്ജ ഒഴിവാക്കി മനസാക്ഷിയെ തൃപ്തിപ്പെടുത്തുന്നതിനു വേണ്ടി അനിസ്ലാമികത്വത്തിന് ദാസ്യവൃത്തി ചെയ്യുക എന്ന പടുകുഴിയിലേക്ക് തങ്ങളോടൊപ്പം മഹാന്മാരായ പ്രവാചകന്മാരെയും പിടിച്ചിറക്കി. ഒരു നാട്ടിൽ കറകളഞ്ഞ ഇസ്ലാമിക സ്വഭാവവും വിശ്വാസവും തന്റേടവും തന്ത്രജ്ഞതയുമുള്ള ഒരേ ഒരു മുഅ്മിൻ മാത്രമേയുള്ളൂ എന്ന് കരുതുക. എങ്കിൽ അയാൾക്ക് ഒറ്റയ്ക്ക് തന്നെ തന്റെ സ്വഭാവത്തിന്റെയും പ്രതിഭയുടെയും ശക്തിക്കൊത്ത് നാട്ടിൽ ഒരു ഇസ്ലാമിക വിപ്ലവം വിജയിപ്പിക്കാം. മുഅ്മിനിന് തന്റെ ധാർമ്മിക ശക്തി കൊണ്ട് അതുപയോഗിക്കാനുള്ള അറിവും ഇച്ഛയുമുണ്ടെങ്കിൽ സൈന്യവും ആയുധവും മറ്റു സാമഗ്രികളുമില്ലാതെ തന്നെ രാഷ്ട്രങ്ങളെ കീഴടക്കുകയും ചെയ്യാം. ഈ സന്ദേശമായിരുന്നു ചരിത്രപുരുഷന്മാരുടെ ജീവിതം നൽകിയിരുന്നത്. وَكَذَلِكَ مَكَّنَّا لِيُوسُفَ فِي الْأَرْضِ يَتَبَوَّأُ مِنْهَا حَيْثُ يَشَاءُ نُصِيبُ بِرَحْمَتِنَا مَن نَّشَاءُ وَلَا نُضِيعُ أَجْرَ الْمُحْسِنِينَ. ഇപ്രകാരം നാം യൂസുഫിന് അന്നാട്ടിൽ അധികാരത്തിന്റെ വഴിയൊരുക്കി കൊടുത്തു. അതിൽ തനിക്കിഷ്ടമുള്ള ഏതു സ്ഥലവും ഉപയോഗപ്പെടുത്താൻ അദ്ദേഹത്തിന് അധികാരമുണ്ടായിരുന്നു. നാം ഇച്ഛിക്കുന്നവർക്ക് നമ്മുടെ കാരുണ്യം പ്രദാനം ചെയ്യുന്നു. സജ്ജനങ്ങളുടെ കർമ്മഫലം നാം പാഴാക്കിക്കളയുന്നതല്ല. അതായത്, ഇപ്പോൾ ഈജിപ്ഷ്യൻ ഭൂമി അത്രയും അദ്ദേഹത്തിൻ്റെതാണ്. അവിടെയുള്ള ഏത് സ്ഥലത്തെയും തന്റെ സ്ഥലം എന്ന് പറയാം. അദ്ദേഹത്തിന് അധികാരമില്ലാത്ത ഒരു സ്ഥലവും ഉണ്ടായിരുന്നില്ല. അന്നാട്ടിൽ യൂസുഫിന് കരഗതമായ പരമാധികാരത്തിന്റെ ഒരു ചിത്രീകരണം മാത്രമാണിത്. പൗരാണിക ഖുർആൻ വ്യാഖ്യാതാക്കളും ഇതേ വ്യാഖ്യാനം തന്നെയാണ് ഈ സൂക്തത്തിന് നൽകിയിട്ടുള്ളത്. അല്ലാമ ഇബ്നു ജരീർ ത്വബരി ഇബ്നു സയ്യിദിനെ അവലംബിച്ച് വ്യാഖ്യാനിക്കുന്നു, യൂസുഫിനെ നാം ഈജിപ്തിലുള്ള എല്ലാ വസ്തുക്കളുടെയും ഉടമസ്ഥനാക്കി. ഈ ഭൂവിഭാഗം ഉദ്ദേശിക്കുന്നതെന്തും ചെയ്യാൻ സാധിക്കുമാറ് അദ്ദേഹത്തെ ഏൽപ്പിച്ചിരുന്നു. എത്രത്തോളം എന്നാൽ ഫിർഔനെ തന്നെ താഴെയിറക്കി സ്വയം പരമാധികാരിയാവണമെന്ന് ആഗ്രഹിച്ചാൽ അതും സാധിക്കുമായിരുന്നു. മറ്റൊന്ന്, പ്രസിദ്ധമായ എല്ലാ വ്യാഖ്യാന ഗ്രന്ഥങ്ങളിലും സ്ഥലം പിടിച്ചതും ത്വബരി ഉദ്ധരിച്ചതുമായ മുജാഹിദിന്റെ വാക്കാണ്. ഈജിപ്തിലെ രാജാവ് യൂസുഫ് നബി മുഖേന ഇസ്ലാം സ്വീകരിച്ചുവെന്നാണ് അദ്ദേഹം കരുതുന്നത്. وَلَأَجْرُ الْآخِرَةِ خَيْرٌ لِّلَّذِينَ آمَنُوا وَكَانُوا يَتَّقُونَ. സത്യവിശ്വാസം കൈക്കൊള്ളുകയും ദൈവഭക്തിയോടെ കർമ്മമനുഷ്ഠിക്കുകയും ചെയ്യുന്ന ജനങ്ങൾക്ക് പാരത്രിക പ്രതിഫലം തന്നെയാകുന്നു കൂടുതൽ വിശിഷ്ടമായിട്ടുള്ളത്. ഭൗതിക സൗകര്യങ്ങളും രാഷ്ട്രീയ അധികാരങ്ങളും നന്മ പ്രവർത്തിക്കുന്നതിന്റെ യഥാർത്ഥവും അന്തിമവുമായ പ്രതിഫലമാണെന്ന് കരുതരുതെന്നും മുഅ്മിനുകൾക്ക് മാത്രം കാമിക്കാവുന്ന മഹത്തായ പ്രതിഫലം അല്ലാഹു അവർക്ക് പരലോകത്ത് നൽകുന്നതാണെന്നും ഉണർത്തുകയാണിവിടെ. وَجَاءَ إِخْوَةُ يُوسُفَ فَدَخَلُوا عَلَيْهِ فَعَرَفَهُمْ وَهُمْ لَهُ مُنكِرُونَ. യൂസുഫിന്റെ സഹോദരന്മാർ മിസ്രിൽ വന്നു. അവർ അദ്ദേഹത്തിന്റെ മുമ്പിൽ ഹാജരായി. അദ്ദേഹം അവരെ തിരിച്ചറിഞ്ഞു. പക്ഷേ അവർക്ക് അദ്ദേഹത്തെ മനസ്സിലായില്ല. ഇടയ്ക്ക് 7-8 വർഷത്തെ സംഭവങ്ങൾ വിട്ടുകളഞ്ഞിരിക്കുന്നു. പിന്നീട് യാക്കൂബ് നബിക്ക് തന്റെ അപ്രത്യക്ഷനായ പുത്രനെ സംബന്ധിച്ച് വിവരം ലഭിക്കുകയും
ബനൂ ഇസ്രായേൽ ഈജിപ്തിലേക്ക് മാറി താമസിക്കുകയും ചെയ്യുന്നതിന്റെ പ്രാരംഭം മുതൽക്കുള്ള സംഭവങ്ങളാണ് ഇവിടെ വിവരിക്കുന്നത്. ഇടയിൽ വിട്ടുപോയ സംഭവങ്ങൾ ഇങ്ങനെ സംഗ്രഹിക്കാം. സ്വപ്നവൃത്താന്തമനുസരിച്ച് യൂസുഫിന്റെ കീഴിൽ മിസ്രിന്റെ ആദ്യത്തെ 7 വർഷം സുഭിക്ഷമായി കഴിഞ്ഞുപോയി. വരാൻ പോകുന്ന ദാരിദ്ര്യത്തെ നേരിടാൻ നേരത്തെ രാജാവിന്റെ സ്വപ്നം വ്യാഖ്യാനിച്ചു കൊടുത്തപ്പോൾ നിർദ്ദേശിച്ച എല്ലാ മുൻകരുതലുകളും ഈ കാലങ്ങളിൽ നടപ്പാക്കിയിരുന്നു. അതിനുശേഷം വരൾച്ച ആരംഭിച്ചു. അത് ഈജിപ്തിൽ മാത്രമായിരുന്നില്ല, ചുറ്റുപാടുള്ള രാജ്യങ്ങളെയും അത് ബാധിച്ചിരുന്നു. സിറിയ, ഫലസ്തീൻ, കിഴക്കൻ ജോർദാൻ, ഉത്തര അറേബ്യ തുടങ്ങിയ പ്രദേശങ്ങളിലെല്ലാം വരൾച്ച ബാധിച്ചിട്ടുണ്ടായിരുന്നു. ഈ അവസരത്തിൽ യൂസുഫിന്റെ യുക്തിപൂർവമായ നേതൃത്വത്തിന് കീഴിലുള്ള ഈജിപ്തിൽ മാത്രമേ ധാരാളമായി ഭക്ഷ്യധാന്യങ്ങളുടെ കരുതൽ ശേഖരമുണ്ടായിരുന്നുള്ളൂ. അയൽ രാജ്യങ്ങളിലെ ജനങ്ങൾ ധാന്യം ശേഖരിക്കുന്നതിന് ഈജിപ്തിൽ വരാൻ നിർബന്ധിതരായിരുന്നു. അങ്ങനെ ഫലസ്തീനിൽ നിന്ന് യൂസുഫിന്റെ സഹോദരന്മാരും ധാന്യത്തിനായി ഈജിപ്തിൽ വന്നതായിരുന്നു. പുറമെ നിന്ന് വരുന്നവർക്ക് പ്രത്യേക അനുവാദത്തോടുകൂടി നിശ്ചിത തോതിൽ മാത്രം ധാന്യം കൊടുത്താൽ മതിയെന്ന് യൂസുഫ് വ്യവസ്ഥ ചെയ്തിരിക്കാം. യൂസുഫിന്റെ സഹോദരന്മാർ വിദേശികളായിരുന്നതിനാൽ പ്രത്യേക അനുവാദം ലഭിക്കുന്നതിനു വേണ്ടി യൂസുഫിനെ കണ്ടിരിക്കാം. അങ്ങനെയായിരിക്കാം അവർ യൂസുഫിന്റെ മുമ്പിലെത്താൻ ഇടയായത്. സഹോദരന്മാർക്ക് യൂസുഫിനെ മനസ്സിലാവാത്തതിൽ അത്ഭുതമില്ല. അവർ പൊട്ടക്കിണറ്റിൽ എറിയുമ്പോൾ 17 വയസ്സുള്ള ബാലനായിരുന്ന അദ്ദേഹത്തിന് ഇപ്പോൾ ഏകദേശം 38 വയസ്സുണ്ട്. ഈ നീണ്ട കാലയളവിനുള്ളിൽ അദ്ദേഹത്തിൽ പല മാറ്റങ്ങളും സംഭവിച്ചിരിക്കാം. മാത്രമല്ല, മുമ്പ് കിണറ്റിലെറിഞ്ഞ സഹോദരൻ ഇപ്പോൾ ഈജിപ്തിലെ പരമാധികാരിയായിരിക്കുമെന്ന് ഊഹിക്കാൻ പോലും അവർക്ക് സാധ്യമായിരുന്നില്ല. ولما جهزهم بجهازهم قال ائتوني بأخ لكم من أبيكم ألا ترون أني أوفي الكيل وأنا خير المنزلين. അദ്ദേഹം അവർക്കുള്ള ചരക്കുകൾ ഒരുക്കിക്കൊടുത്തു. അങ്ങനെ പുറപ്പെടാറായപ്പോൾ അവരോട് പറഞ്ഞു, നിങ്ങളുടെ പിതാവൊത്ത സഹോദരനെ എന്റെ അടുക്കൽ കൊണ്ടുവരേണം. ഞാൻ നിങ്ങൾക്ക് എപ്രകാരം അളന്നു തരുന്നുവെന്നും എത്ര നല്ല ആതിഥേയനാണെന്നും കണ്ടില്ലയോ? فإن لم تأتوني به فلا كيل لكم عندي ولا تقربون. അഥവാ അവനെ കൊണ്ടുവരുന്നില്ലെങ്കിൽ ഇനി എന്റെ പക്കൽ നിങ്ങൾക്ക് ധാന്യമേയില്ല. എന്നല്ല, നിങ്ങൾ എന്നെ സമീപിക്കുകയേ വേണ്ട. ഈ സൂക്തം സംക്ഷിപ്തമായതിനാൽ ചിലർ ഇങ്ങനെ സംശയിക്കാനിടയുണ്ട്. യൂസുഫ് നബി തന്റെ വ്യക്തിത്വം അവരുടെ മുമ്പിൽ വെളിപ്പെടുത്താൻ ആഗ്രഹിച്ചിരുന്നില്ലെങ്കിൽ അവരുടെ സഹോദരനെ പറ്റിയുള്ള പരാമർശം എങ്ങനെ വന്നു? അവനെ കൊണ്ടുവരാൻ ഇவ்விധം നിർബന്ധിക്കുന്നതിന്റെ അർത്ഥമെന്ത്? ഇതുവഴി ഹൃദയരഹസ്യം വെളിപ്പെട്ടു പോകില്ലേ? പക്ഷെ അല്പം ചിന്തിച്ചാൽ കാര്യം വ്യക്തമാവും. അവിടെ ധാന്യങ്ങൾ വളരെ വ്യവസ്ഥാപിതമായാണ് വിതരണം ചെയ്തിരുന്നത്. ഓരോ വ്യക്തിക്കും നിർണിത അളവ് മാത്രമേ ലഭിച്ചിരുന്നുള്ളൂ. ധാന്യം വാങ്ങാൻ വേണ്ടി ഈ 10 സഹോദരന്മാർ വന്നിരുന്നു. പക്ഷെ അവർ തങ്ങളുടെ പിതാവിന്റെയും 11ാമത്തെ സഹോദരന്റെയും ഓഹരികൾ കൂടി ആവശ്യപ്പെട്ടിരിക്കണം. അപ്പോൾ യൂസുഫ് ചോദിച്ചിട്ടുണ്ടായിരിക്കാം, നിങ്ങളുടെ പിതാവ് വൃദ്ധനും അന്ധനുമായതിനാൽ ഇങ്ങോട്ട് വരാൻ സാധ്യമല്ലായിരിക്കാം. പക്ഷേ സഹോദരൻ എന്തുകൊണ്ട് വന്നില്ല? നിങ്ങൾ കൃത്രിമമായി ഒരു പേരുണ്ടാക്കി കൂടുതൽ ധാന്യം വാങ്ങി കള്ളക്കടത്ത് നടത്താൻ ശ്രമിക്കുകയല്ല എന്നെങ്ങനെ വിശ്വസിക്കും? ഇതിന് മറുപടിയായി വീട്ടിലെ അവസ്ഥ കുറച്ചൊക്കെ അവർ വിവരിച്ചു കൊടുത്തിരിക്കണം. അവൻ തങ്ങളുടെ ചിറ്റമ്മ മകനാണെന്നും ചില കാരണങ്ങളാൽ ഞങ്ങളോടൊപ്പം അയക്കാൻ പിതാവിന് മടിയുണ്ടെന്നും അവർ ധരിപ്പിച്ചിരിക്കണം. അപ്പോൾ യൂസഫ് പറഞ്ഞിരിക്കാം, ശരി, ഇപ്പോൾ നിങ്ങളെ വിശ്വസിച്ച് മുഴുവൻ റേഷനും തരാം. പക്ഷെ ഇനി വരുമ്പോൾ അവനെയും കൊണ്ടുവന്നില്ലെങ്കിൽ ഈ വിശ്വാസം നഷ്ടപ്പെടുമെന്ന് മാത്രമല്ല, നിങ്ങൾക്കിവിടെ നിന്ന് ധാന്യം ലഭിക്കുകയുമില്ല. അധികാരത്തിന്റെ ഈ ഭീഷണിക്കൊപ്പം അദ്ദേഹം തന്റെ ഔദാര്യവും ആതിഥ്യവും വഴി അവരെ സ്വാധീനിക്കാൻ കൂടി ശ്രമിച്ചിട്ടുമുണ്ട്. തന്റെ ചെറിയ സഹോദരനെ കാണാനും വീട്ടിലെ സ്ഥിതിഗതികൾ അറിയാനും അദ്ദേഹം ദാഹിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ പെരുമാറ്റത്തിന്റെ നേർക്കുനേരെയുള്ള ഒരു ചിത്രം അല്പം ചിന്തിച്ചാൽ മനസ്സിൽ സ്വയം തെളിഞ്ഞു വരുന്നതാണ്. ആ ചിത്രത്തിന് ബൈബിൾ ഉൽപ്പത്തി 42-43 ഖണ്ഡങ്ങളിലെ അതിശയോക്തികളെ അവലംബിക്കേണ്ട കാര്യമില്ല.